മലബാറിലെ തന്നെ പ്രശസ്തമായ മുത്തപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കണ്ണൂർ ജില്ലയിലെ പ്രശനിക്കടവ് പ്രദേശമാണിത്. മതജാതി ഭേദമന്യേ ഇവിടെ ആർക്കും വരാം എന്നുള്ളതാണ് ഈ മുത്തപ്പ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത. അന്നദാനം, അതുപോലെ തന്നെ പയർ പുഴുങ്ങിയത്, ചായ വൈകുന്നേരങ്ങളിൽ ആൾക്കാർ വന്ന് കഴിക്കാറുണ്ട്. അപ്പോൾ ഈ മുത്തപ്പൻ്റെ കഥകളിലേക്ക് ഇനി കടക്കാം. ആയിങ്കര ഇല്ലത്ത് നാടുവാഴിക്ക് കുട്ടികളില്ലായിരുന്നു. അതീവ ദുഃഖത്തിലായിരുന്നു ആ കുടുംബം. ശിവഭക്തിയായ അദ്ദേഹത്തിൻ്റെ ഭാര്യ എപ്പോഴും ഒരു കുട്ടിയുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു പോന്നിരുന്നു. അങ്ങനെയൊക്കെ ഒരു ദിവസം കുളി കഴിഞ്ഞ് അവർ വരുമ്പോൾ അരുവിയിൽ പൂമെത്തയിൽ ഒരാൺകുഞ്ഞിനെ കണ്ടു. കുട്ടികളില്ലാത്ത നമുക്ക് ദൈവം തന്ന കുഞ്ഞാണിത് എന്ന് കരുതി ആ കുഞ്ഞിനെ അവർ സ്വന്തമാക്കി. പറഞ്ഞാൽ അനുസരണയില്ലാത്ത ഒരു പയ്യനായി അവൻ വളർന്നു. കാട്ടിലും പരിസര പ്രദേശങ്ങളും വേട്ടയാടി അവൻ വിനോദം കണ്ടെത്തി. അന്യജാതിയിൽപ്പെട്ട കുട്ടികളുമായി അവൻ ഇടപഴകുന്നതാണ് രക്ഷിതാക്കളെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. അവർ അവനെ ശക്തമായി ശകാരിക്കുകയും ശാസിക്കുകയും ചെയ്തു. സഹികെട്ടപ്പോൾ പയ്യൻ തൻ്റെ വിശ്വരൂപം പ്രകടമാക്കി. ജ്വലിക്കുന്ന കണ്ണുകളുമായി മുന്നിൽ നിൽക്കുന്ന മകനെ അവർ ദൈവമായി കാണുകയും കാൽക്കൽ വീണ് തൊഴുകയും ചെയ്തു. മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണെങ്കിലും കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വരികയും മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങുകയും അന്നദാനം കഴിക്കുകയും, അതേപോലെ തന്നെ ഈ തേങ്ങാപ്പൂൾ ഉൾപ്പെടെയുള്ളൊരു പയർ പുഴുങ്ങിയൊരു ഭക്ഷണമുണ്ട്, അതും ചായയും ഒക്കെ കഴിച്ച് സംതൃപ്തിയോടെ തിരിച്ചു പോവുകയും ചെയ്യാറുണ്ട്. മുത്തപ്പനെ എപ്പോഴും ഒരു നായ പിന്തുടരാറുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷേത്ര പരിസരത്തും ക്ഷേത്രത്തിലും നായകളെ കാണുന്നത് പരിപാവനമായിട്ടാണ് ഭക്തജനങ്ങൾ കാണുന്നത്.